ഹായ് മക്കളെ, ഫൈസൽ സാറാണ്. മക്കളെല്ലാവരും 10ാം ക്ലാസ്സിലേക്ക് ആക്ച്വലി ജോയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും, 10ാം ക്ലാസ്സിലേക്ക് കയറിയിട്ടുണ്ടായിരിക്കും. 9 കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ വീട്ടുകാരെല്ലാവരും നമ്മളോട് പറഞ്ഞു 10ലെത്തിയിട്ടോ, നാട്ടുകാരും പറഞ്ഞു 10ലെത്തിയിട്ടോ, ടീച്ചേഴ്സും പറഞ്ഞു ഇറങ്ങുന്ന സമയത്ത് പഴയതുപോലെ ഒന്നും കളിച്ചാൽ പറ്റൂല, 10ാം ക്ലാസ്സാണ് അടുത്ത കൊല്ലം, നന്നായിട്ട് പഠിച്ചോളുകൊണ്ടു ഈ സ്കൂളിൻ്റെ അഭിമാനമായിട്ട് വരാനുള്ള ആളുകളാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നന്നായിട്ട് പേടി വന്നിട്ടുണ്ടായിരിക്കും. പേടിക്കൊന്നും വേണ്ട മക്കളെ. 10ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ വലിയ ടഫായിട്ടുള്ള സിലബസാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. കുഴപ്പമില്ലാത്ത ടഫായിട്ടുള്ള സിലബസാണ്. ഒരു 17 ചാപ്റ്റേഴ്സുകൾ മാത്രമാണ് നമ്മുടെ സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന ഭാഗത്ത് തന്നെ വരുന്നത്. നമ്മൾ സോഷ്യൽ സയൻസിൻ്റെ കാര്യത്തിലേക്ക് മാത്രം വരികയാണെങ്കിൽ ഈ കൊല്ലം അഥവാ ഇപ്പോൾ 2026 എക്സാം കഴിഞ്ഞല്ലോ, നിങ്ങളുടെയൊക്കെ സീനിയേഴ്സൊക്കെ എക്സാം എഴുതിയല്ലോ, അതിൽ ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്റ്റും സോഷ്യൽ സയൻസാണ് വന്നത്. നമുക്കത് ആലോചിക്കാനേ പറ്റുന്നില്ലല്ലോ. സോഷ്യൽ ടഫാവേ സർ? സാധാരണ മാത്സൊക്കെ ഞങ്ങൾ ടഫ് കേൾക്കാറില്ല, ഫിസിക്സൊക്കെ ഞങ്ങൾ ടഫ് കേൾക്കാറില്ല, സോഷ്യലൊക്കെ ടഫോ? അങ്ങനെയൊക്കെ വരുമോ എന്നൊക്കെ ആലോചിക്കണമെന്നേ. വരുമെന്ന സത്യം മക്കൾ മനസ്സിലാക്കി വെച്ചേക്കുക. ചില ചോദ്യങ്ങളൊക്കെ വായിച്ചാൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരം അതാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ 3 or 4 പ്രാവശ്യം നമ്മൾ വായിക്കേണ്ട അവസ്ഥയിലേക്കാണ് ചില ചോദ്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല. ഇതെന്തുകൊണ്ടാണ് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം മുതൽ തന്നെ ചാപ്റ്റേഴ്സുകൾ വൃത്തിക്ക് പഠിക്കാത്തത് കൊണ്ടാണ്. നമ്മൾ ജസ്റ്റ് അതിന്റെ ക്വസ്റ്റ്യൻസുകളും ആൻസേഴ്സുകളും മാത്രം പഠിച്ചു പോയിട്ടുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിഫൈൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നതിന്റെ ഉത്തരം മാത്രം പഠിച്ചു വന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ ഒരിക്കലും ഡയറക്റ്റ് ആയിട്ടുള്ള അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും കൂടെ ഡീറ്റെയിൽഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, വരാൻ പോകുന്നത്. ആ ഡീറ്റെയിൽ ചെയ്ത ക്വസ്റ്റ്യൻസുകൾ, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ആ ചാപ്റ്റേഴ്സുകളെ കൃത്യമായിട്ട് നമ്മൾ അറിയണം. എന്ന് വെച്ചാൽ ആദ്യം മുതലേ പഠിച്ചു തുടങ്ങണം. സ്കൂളിലെ വെക്കേഷൻ ക്ലാസ്സുകൾ ഇപ്പം അടുത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യും. അതിനു മുൻപേ സൈലത്തിലെ അസ്ത്ര ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആദ്യം തന്നെ സൈലത്തിൻ്റെ അസ്ത്ര ബാച്ചിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ജോയിൻ ചെയ്യാം. വെറും ചെറിയ ഫീസിലാണ് ഈ ഒരു വർഷത്തേക്കുള്ള കോഴ്സ് ആക്ച്വലി നമ്മൾ കൊടുക്കുന്നത്. 3 പ്ലാനുകളായിട്ടൊക്കെയാണ്, അറിയാലോ. ബേസ് പ്ലാനും ഇൻഫിനിറ്റി പ്രോ ഒക്കെ ഉണ്ട്. മക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇൻഫിനിറ്റി പ്രോയോ മക്കൾ നിർബന്ധമായിട്ടും ചൂസ് ചെയ്യുക. 10ാം ക്ലാസ്സുകാരായതുകൊണ്ട് തന്നെ മക്കൾ അടിപൊളിയായിട്ട് പഠിക്കുക. നമ്മൾ ആദ്യം മുതലേ ഡീറ്റെയിൽ ചെയ്ത് ഡെപ്തിൽ തന്നെ ഓരോ ചാപ്റ്റേഴ്സുകളെയും പഠിക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ പാറ്റേണുകൾ എങ്ങനെ വന്നാലും, എത്ര ഡീറ്റെയിലിംഗ് ക്വസ്റ്റ്യൻസുകൾ വന്നാലും, എത്ര സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസുകൾ വന്നാലും നമുക്കവിടെ അടിപൊളിയായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഞങ്ങളുടെ ഒരു വിശ്വാസമല്ലേ, ആ വിശ്വാസത്തിൻ്റെ പുറത്ത് ഇങ്ങനെ കയറിപ്പോരെ, നമുക്കവിടെ അടിപൊളിയാക്കിയിട്ട് സെറ്റാക്കി മാറ്റാം. വെൽക്കം ടു അസ്ത്ര ഫാമിലി.